അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. ഏറെ സ്നേഹ ബഹുമാനമുള്ള TTQ തദ്രീബു തജ്വീദുൽ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനത്തെയും ഈ ഒരു സമയത്തെയൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ വീഴ്ചകൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കൂടെ പാരായണം ചെയ്യാം, മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. ഓക്കെ, നമുക്ക് കുറച്ച് ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഞാൻ എൻ്റെ ബുക്ക് വേറൊരു സ്ഥലത്താണുള്ളത്, അതുകൊണ്ട് നിങ്ങൾ അറ്റൻഡൻസ് എനിക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് അൽ ഖമർ എന്ന ഗ്രൂപ്പിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? സലാംക ഈ ചെറിയൊരു ആയത്ത് പാരായണം ചെയ്തോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء فرعون ومن قبله والمؤتفكات بالخاطئة. ഓക്കെ, അൽഹംദുലില്ലാഹ്. ഒരു ഭാഗം ഒന്ന് തഹജ്ജുദ് ചെയ്ത് നോക്കുക. മഞ്ഞ കളർ കാണാം. വൽ മുത്തഫികാതു എന്ന ഭാഗം ഒന്ന് തഹജ്ജുദ് ചെയ്തോളൂ. والمؤتفكات വാ ഫത്ഹ വാ. ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ. ലാം ഖമരിയ മുൽഹറ. വൽ എന്ന് പറയാം, അൽ എന്നും പറയാം. ഓക്കെ, അൽ മുത്തഫികാത്തു എന്ന് പറഞ്ഞതിന് ശേഷം വായന ചേർത്തി പറഞ്ഞാൽ അൽ മുത്തഫികാത്തു. അൽ ഇനി ബാക്കി പറഞ്ഞോളൂ. മീം ദമ്മ മു. അലിഫ് ഹംസ. അലിഫ് ഇല്ലല്ലോ. ഹംസ സുക്കൂൻ മാത്രം പറഞ്ഞ ലൊമ്മല്ല, സുക്കൂനാണ്. മു ഹംസ സുക്കൂൻ മു. താ ഫത്ഹ താ. ഫാ കസ്റ ഫി. കാഫ് അലിഫ് മദ് തബീ. കാഫ് ഫത്ഹ അലിഫ് മദ് തബീ. അലിഫ് മദ് തബീഹി ഹർകതാൻ. താ ലമാതു. അൽ മുഹ്തഫികാതു വൽ മുഹ്തഫികാതു. ഓക്കെ, നമ്മൾ തഹജ്ജുദ് പറയുമ്പോൾ നമ്മൾ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് പറയണേ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഷിഫിനെ ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. فعصوا رسول ربهم فأخذهم أخذة رابية. ഓക്കെ, ആ മഞ്ഞ കൊടുത്ത ഭാഗം ഒന്ന് തഹജ്ജുദ് ചെയ്യൂ. ഫ ഫത്ഹ ഫ
ألف همزة فتحة فاء خاء فتحة مفخمة فأخا ذال فتحة ذا فأخذها ضمه فأخذه إيه، ميم ساكنة ميم ساكنة ميم ساكنة مظهرة ميم ساكنة مظهرة مظهرة قبل ميم ساكنة مظهرة قبل الكاف لا ميم ساكنة مظهرة قبل همز المفتوحة قبل همز المفتوحة فأخذهم هم فأخذهم ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. ഓക്കെ, ബയാൻ ഗ്രൂപ്പിൽ ആരൊക്കെ വന്നത്? ഈ ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ, എന്നിട്ട് അതിലൊരു ഭാഗം തഹജ്ജുദ് ചെയ്യണം. إنا لما طغى الماء حملناكم في الجارية. ഓക്കെ, അൽഹംദുലില്ലാ ബാറക്കല്ലാഹ്. ഹമൽനാക്കും ഫി എന്നുള്ളതാണ് തഹജ്ജുദ് ചെയ്യേണ്ടത്. حملناكم في ح فتحة ميم فتحة ما حمل لام سكون حمل نون فتحة ألف مد طبيعي حركتان نا حملنا كاف ضمكو حملناكو ميم ساكنة مظهرة في الفاعل مكسورة حملناكم في സാക്കിന പറയും സാക്കിന മുഹറ കബല. ഓക്കെ, ميم ساكنة قبل في الفاعل مكسورة حملناكم في. ഓക്കെ, ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ മുഞ്ഞാന്ന് കുറച്ച് എനിക്ക് അംസത്ത് വസ്തുവിൽ മുഞ്ഞാൻ നടക്കുന്നതും വേറെ ഒന്ന് തരി സാഹചര്യം ചെയ്യാൻ വേണ്ടി അംസത്ത് വസ്തുവിൽ തസ്തത്ത് വസ്ലൻ നബുദഉ ബിഹാ ലാം ഖമറിയ മുൽഹറ അൽ മീം ഫത്ഹ് അലിഫ് മദ് വാജിബ് അർബഅ ഖംസ വാജിബ് أربع أو خمس حركات. الماء ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീ. ഓക്കെ, ജബ്ബാർ സാഹിബേ. വലൈക്കും സ്സലാം. നിങ്ങൾക്ക് ഓതിക്കോളൂ. വലൈക്കും സ്സലാം റഹ്മത്തുള്ളാഹി. ഓതിക്കോളൂ. لنجعلها لكم تذكرة وتعيها أذن واعية. ഓക്കെ, ഈ ലക്കും തദ് അതുവരെ ആ ഭാഗം മാത്രം, ചെറിയ മഞ്ഞ കളർ കൊടുത്ത ഭാഗം മാത്രം ഒന്ന് തഹജ്ജുദ് ചെയ്യൂ. ലാം ഫതഹ ലാ കാഫ് വമാക്കു ലക്കു മീം സാക്കിന ലക്കും. അല്ല, മീം സാക്കിനൊക്കെ ചെറിയൊരു ഹുക്മൊക്കെ അല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ വൈകിയ കയറി. ഓ അത് ശരി. ഓക്കെ, മീം സാക്കിന മുൽഹറാണ്, ഇൽഹാറാണ് സംഭവിക്കുന്നത്. മീം സാക്കിന മുൽഹറ ഖബല താഇൽ മഫ്തൂഹ. ميم مفتوحة. ميم ساكنة مظهرة قبل تاء المفتوحة. لكم تاء مفتوحة. لكم تاء ذال سكون تاء. اوكي لكم تاء. اوكي അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. ശുക്രൻ. ഷംസിൽ ആരൊക്കെ വന്നത്? ഓക്കെ, ഷാനിഫ താത്ത ഈ പാരായണം ചെയ്തോളൂ. وحملت الأرض والجبال فدكتا دكة واحدة. ഓക്കെ, ഈ തഹജ്ജുദ് ചെയ്തോളൂ. മഞ്ഞ കാണുന്നത് همزة وصل تسكت مثلا نبدأ بها لام القمرية مظهرة في الهمز المفتوحة لام قمرية مظهرة
ഖമറിയ മുളഹറ അൽ ഹംസ ഫത്ഹ ആ അങ്ങനെങ്കിൽ അൽ ആ അലിഫ് ഹംസ ഫത്ഹ ആ അൽ ആ ഹംസ ഫത്ഹ ആ അൽ ആ റാ സാക്കിന ർ എന്ന് പറയരുത്. അൽ സുക്കൂൻ അർ ചേർത്ത് പറയാം. സുക്കൂൻ ഉള്ളത് പറയുമ്പോ ചേർത്ത് പറയാം. ചേർത്ത് പറയാം. അൽ ആ ദു അൽ അർദു. ഓക്കെ ഓക്കെ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. ഓക്കെ അന്നസ്റിൽ ആർക്കാണ്? അന്നസ്ർ. ഓക്കെ മെഹറുനിസാത്ത ഈ ആയത്ത് പാരായണം ചെയ്തോളൂ. വൽ മലക്കു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. നിർത്താതെ ഓതാൻ കഴിയില്ലേ? വൽ മലക്കു അലാ അർജാഇഹാ നോക്കി നോക്കി. വൽ മലക്കു അലാ അർജാഇഹാ വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും ഓതിക്കോളൂ. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ. ഓക്കെ ഇൻഷാ അല്ലാഹ്. അവിടെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാണ്ട്. ഓക്കെ ബാറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു. ഒന്നുകൂടി ഓതാട്ടോ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉമു ഖ്റഊ കിതാബിയ. ഓക്കെ അൽ അൻസാറിൽ ആരൊക്കെ വന്നത്? ഓക്കെ ഉമ്മു ഹബീബത്ത പാരായണം ചെയ്യും. ഏതാണ് പാരായണം ചെയ്യേണ്ടത്? ഇതാ കുലു വസ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും. ആദ്യം വായിക്കാം. കുലു വസ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ഓക്കെ വെരി ഗുഡ് അൽഹംദുലില്ലാ. ഈ ഭാഗം ഒന്ന് തഹജ്ജി ചെയ്യൂ. വസ്റബു വാ ഫത്ഹ വാ വസലിൻ തസ്ഖുതു വസലിൻ ഹംസത്തു വസലിൻ തസ്ഖുതു വസലിൻ നബദഹു ബിഹാ ഇ ഷീൻ സുക്കൂൻ ഇഷ് റാ ഫത്ഹ മുഫഖമ റാ ഇഷ്റാ ബാ ദമ്മ വാവ് മത്വബി ഹർകതാൻ അലിഫ് സിഫർ മുസ്തദിർ ലാ യുൻതഖബു വസ്റബു. വെരി ഗുഡ് അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. ഉഷാറായിട്ട് അൽഹംദുലില്ലാ. ഓക്കെ ഇനി വേറൊരാൾ റൈഹാനത്താത്ത പാരായണം ചെയ്തോളൂ. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه. ഓക്കെ അൽഹംദുലില്ലാ. ഈ ലം ഊത ആ ഭാഗം ഒന്ന് തഹജ്ജി ചെയ്യൂ. ലം ഫതഹ ല മീം സാക്കിന മുൽഹറ കബില കബിലൽ ഹംസിൽ മദ്മൂമ വാവ് മദ് തബീഹി ഹർകതാൻ. വാവ് മദ് തബീഹി ഹർകതാൻ ലം ഊ ത ഫതഹ ത ലം ഊത. ഓക്കെ വെരി ഗുഡ് അൽഹംദുലില്ലാ ബാറക്കല്ലാഹ്. അർ റഹ്മാൻ. റജീന മാത്രമേ ഉള്ളൂ. റജീന ഇതൊന്ന് പാരായണം ചെയ്യൂ. റജീന ഇതൊന്ന് പാരായണം ചെയ്യൂ പെട്ടെന്ന്. അയത്മഉ കുല്ലു ഇംറിഇം മിൻകും അൻ യുദ്ഖല ജന്നത നഈം. ഓക്കെ വെരി ഗുഡ്. ഈ ഭാഗം ഒന്ന് തഹജ്ജി ചെയ്യൂ. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദഉ ബിഹാ ഇ മീം സുകൂൻ ഇം റോ കസ്റ മുറക്കക ദി ഇംദി. അവിടെ ഹംസ തൻവീൻ ബിൽ കസ്റ എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഒരു നിയമമുണ്ട്. ഹംസ ഇൻ ഇംദി ഇൻ. ഓക്കെ വെരി ഗുഡ് അൽഹംദുലില്ലാ. അൽ ഹറമൈൻ
അപ്പൊ സുൽഫത്താത്ത ഈ ആയത്തൊന്ന് പാരായണം ചെയ്തോളൂ. فذرهم يخوضوا ويلعبوا സായി അല്ല, ദാലാണ്. ഫസർഹും എന്നല്ല, فذرهم يخوضوا ويلعبوا حتى يلاقوا يومهم الذي يوعدون. ഓത്തൊരു പ്രത്യേക ശൈലി ഓത്താണല്ലോ. അടുത്തത് ഫാത്തിമത്ത അരീക്കോട്. ഈ ആയത്തൊന്ന് പാരായണം ചെയ്യൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلنا نوحا إلى قومه أن أنذر قومك من قبل أن يأتيهم عذاب أليم. ഓക്കെ, അവിടെ ചില ഭാഗങ്ങളിലൊക്കെ നൂൻ സാക്കിന അതിൻ്റെ ഇത് അവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിയാക്കി എടുക്കാണ്ട്. ഓത്ത് ഉഷാറാണ്, അൽഹംദുലില്ലാ. ഒന്നും കൂടി ഒന്ന് നമ്മൾ വഖഫ് ചെയ്ത് എടുത്ത് പാരായണം ചെയ്താൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഉഷാറായിട്ടുണ്ട് പാരായണം ചെയ്തത്. ഈ ഭാഗത്ത് വരുന്ന നിയമം പറഞ്ഞു തരാൻ പറ്റുമോ? കൗമിഹി ആ എന്ന് പറഞ്ഞോടത്തുള്ള ഒരു നിയമമുണ്ട്, ആ നിയമം മാത്രം പറഞ്ഞാൽ മതി, തഹജ്ജ് ചെയ്യണ്ട. തൊബഴി അല്ല, ഞാനിങ്ങനെ കൗമിഹി എന്ന് നീട്ടിയിട്ടാണ് പാരായണം ചെയ്തത്. അപ്പൊ തൊബഴി എന്ന് പറഞ്ഞാൽ കൗമിഹി അൻ എന്നാണ്, ഞാൻ കുറച്ച് നീട്ടിയിട്ടുണ്ട്. മറന്നു പോയിട്ടുണ്ട്. നോട്ട്ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കണം കേട്ടോ, പഴയ ഭാഗങ്ങളൊക്കെ. അത് സില കുബ്ര എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പഠിച്ചിട്ടില്ലേ നമ്മള്? സുഹറ കുബ്ര ഒക്കെ, സില കുബ്ര, സില സുഹറ. അത് സില കുബ്രയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീ. അടുത്ത ടീം അൽ ഹുദ. ഹഫ്സത്താത്ത. فقلت استغفروا ربكم إنه كان غفارا. ഓക്കെ. ഓക്കെ, ഈ ഭാഗത്തിന്റെ തഹജ്ജ് ഒന്ന് പറയൂ. ഏത് ഭാഗ? മഞ്ഞ കളർ കാണുന്ന ഇസ്തഗ്ഫിറു. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലിൻ നബ്ദഉ ബിഹാ ഇ സീൻ സുകൂൻ ഇസ് താ ഫത്ഹ താ ഇസ്ത Ain sukun istar fa kasra fi istarfi ra lamma wa mad tabi harakatan alif sifat mustatir la yuntaq. അത് മാത്രം പറഞ്ഞു. ഇസ്തഗ്ഫിറു. ഇസ്തഗ്ഫിറു വേണ്ട, ഇസ്തഗ്ഫിറു. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. മുനീറത്താന്ന് പാരായണം ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഒന്നും കൂടി പാരായണം ചെയ്ത് നോക്കി. വയുംദിദ്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ വയുംദിദുക്കും ബി, അവിടുത്തെ നിയമം എന്താ? ഹുക്മ് മാത്രം പറഞ്ഞാൽ മതി. മീമിന്റെ ഹുക്മ മുഖ്ഫ. വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു. ത്വയ്യിബിൽ ആരൊക്കെ ഉള്ളത്? നിഷാബാനുത്ത, ഇതൊന്ന് പാരായണം ചെയ്തോളൂ. ثم يعيدكم فيها ويخرجكم إخراجا. ഓക്കെ, യുഈദുക്കും ഫീഹ എന്നുള്ളിടത്തുള്ള ഹുക്മ എന്താണ്? മീം സാക്കിനന്റെ ഹുക്മ് മീം സാക്കിന മുൽഹറ. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാ. സാജിദത്ത, ഈ ഭാഗം ഒന്ന് പാരായണം ചെയ്യൂ.
قال نوح ربي قال نوح ربي അവിടെ إنهم ഒരു മിനിറ്റ് قال نوح ربي قال نوح رب إنهم عصوني واتبعوا من لن يزده ماله وولده إلا خسارا ഓക്കെ, ഇവിടുത്തെ ഈ ഭാഗം ഒന്ന് തഹജ്ജ് ചെയ്തോളൂ. അവസാനത്തെ ഭാഗം ألف مد طبيعي حركتان خاصة راء فتحة ألف مد عوض حركتان عند راء فتحة مفخمة ألف مد عوض حركتان عند الوقف. اوكي خسارة راء فتحة مفخمة ألف مد مفخمة مد عوض حركتان عند الوقف خسارة. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കഴിഞ്ഞു പോയ ഭാഗങ്ങൾ മറന്നു പോകാൻ പാടില്ല, അതെപ്പോഴും ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ പുസ്തകം മറിച്ചു വെക്കാനൊന്നും കഴിയില്ല. പുസ്തകം മറിച്ചു വെക്കാൻ പാടില്ലല്ലോ അല്ലേ, ഖുർആനാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മറന്നു പോകുന്നുണ്ട് ചില ഭാഗങ്ങളൊക്കെ. നിങ്ങൾ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ചെറിയൊരു അനക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിൽ കൂടുതലൊന്നും കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം പുതിയ പോർഷനിലേക്ക് നമ്മൾ പോവാണ്. പുതിയ പോർഷൻ ഇന്ന് എടുക്കുന്നത് ഹാൽ 11, 12, 13. ഹാൽ 11, 12, 13 അങ്ങനെ 11, 12, 13 ഹാലുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് 11, 12, 13 ഹാലുകളാണ് എടുക്കുന്നത്. നമുക്കറിയുന്ന സംഭവം തന്നെയാണ്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് 11, 12, 13. അതായത് നമ്മൾ ഒന്നാമത്തെ ഹാലിന് ഫത്ഹ കൊടുത്തു. 11ാമത്തെ ഹാല് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഷദ്ദയും കൂടുന്നുണ്ട്. ഷദ്ദ വ ഫത്ഹ, ഷദ്ദ വ കെസ്ര, ഷദ്ദ വ ദൊമ, ഷദ്ദയും ഫത്ഹയും, ഷദ്ദയും കെസ്രയും, ഷദ്ദയും ദൊമയും. അപ്പം 11ാമത്തത് ഇപ്പം നമുക്ക് ഇങ്ങനെ വായിക്കാം. ബ ഷദ്ദ ഫത്ഹ ബബ്ബ, ബ ഷദ്ദ കെസ്ര ബബ്ബി, ബ ഷദ്ദ ദൊമ ബബ്ബു. ഇങ്ങനെ നമുക്ക് നോക്കാം വിശദമായിട്ട്. ഹാല് 11 ഷദ്ദ വ ഫത്ഹ, ഷദ്ദ വ ഫത്ഹ, ഷദ്ദ ഫത്ഹ. നമ്മൾ സ്പീഡിൽ വായിക്കുമ്പോൾ ഷദ്ദ ഫത്ഹ, ഷദ്ദ ഫത്ഹ, ഷദ്ദ വ ഫത്ഹ എന്നാണ് ശരിക്കും, ഷദ്ദ ഫത്ഹ. ഓക്കെ, അപ്പോൾ ഹാല് 11ാമത്തെ ഹെഡിങ് ഇവിടെ എഴുതി എടുക്കാം നിങ്ങൾക്ക്. ഷദ്ദ വ ഫത്ഹ, ഫത്ഹത്തുൻ, ഷദ്ദത്തുൻ വ ഫത്ഹത്തുൻ, ഷദ്ദ വ ഫത്ഹ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ഷദ്ദുള്ള അക്ഷരം പറയുന്ന സമയത്ത് അറബി ഭാഷയിൽ എന്താ പറയുക, ഷദ്ദിൽ തുടങ്ങാൻ പാടില്ല. കൂടെ ഒരു എന്തെങ്കിലും സാധാരണ നമുക്ക് പിന്നെ പുസ്തകത്തിൽ നോക്കിയാൽ കാണാം, അല്ല ഖുറാനിൽ നോക്കുമ്പോൾ കാണാം, ഇതായിട്ട് വരൂല, ഷദ്ദയിൽ തുടക്കം വരൂല. അങ്ങനെ ഷദ്ദ തുടക്കം വരുന്നുണ്ടെങ്കിൽ അത് തൊട്ട മുമ്പത്തെ അവസാനത്തെ വാക്കിൽ എന്തെങ്കിലും ഒരു ഹുക്ം ഉണ്ടായത് കൊണ്ടായിരിക്കും ഷദ്ദ വരുന്നത്. നോർമൽ കേസിൽ ഷദ്ദുള്ള ഹർഫ് കൊണ്ട് തുടങ്ങൂല അറബി ഭാഷയിൽ. അപ്പോൾ നമ്മൾ പറയുമ്പോഴും അങ്ങനെ തന്നെ. ഇവിടെ ഹംസ ഷദ്ദ ഫത്ഹ അ അ, ഹംസ ഷദ്ദ ഫത്ഹ അ അ, ബ ഷദ്ദ ഫത്ഹ ബബ്ബ, ത ഷദ്ദ ഫത്ഹ തത്ത, ث ഷദ്ദ ഫത്ഹ ثث, ജീം ഷദ്ദ ഫത്ഹ ജജ്ജ, ഹ ഷദ്ദ ഫത്ഹ ഹ ഹ, ഖ ഷദ്ദ ഫത്ഹ മുഫഖമ ഖ ഖ. അപ്പം ഫത്ഹയിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെയും എന്താണ് പ്രാക്ടിക്കലാവും. അത് മറന്നുപോയത്. അതായത് മുഫഖമയായിട്ടുള്ള അക്ഷരം വരുമ്പോൾ മുഫഖമ പറയണം. ഇവിടെ ദാൽ ഷദ്ദ ഫത്ഹ ദദ്ദ, പിന്നെ ദാൽ ഷദ്ദ ഫത്ഹ ദദ്ദ, റ ഷദ്ദ ഫത്ഹ മുഫഖമ ററ, റ ഷദ്ദ ഫത്ഹ മുഫഖമ ററ. ഓക്കെ, സ ഷദ്ദ ഫത്ഹ സസ്സ, സീൻ ഷദ്ദ ഫത്ഹ സസ്സ, ഷീൻ ഷദ്ദ ഫത്ഹ ശശ, സ്വാദ് ഷദ്ദ ഫത്ഹ മുഫഖമ സസ്സ, ضاد ഷദ്ദ ഫത്ഹ ضد, ط
ط شدة فتحة مفخمة طط. ض شدة فتحة مفخمة ض. عين شدة فتحة ع. غين شدة فتحة غض. غين شدة فتحة مفخمة غض. فاء شدة فتحة فف. قاف شدة فتحة مفخمة قق. كاف شدة فتحة كك قق كك. لام شدة فتحة لل. മീം ശബ്ദ ഫത്ഹ. ഇതെന്താ പറയാ, എങ്ങനെ വായിക്കുക? ആരെങ്കിലും ഒരാൾ വായിക്കൂ. വെരി ഗുഡ്. അതാണ് പാരായണത്തിൽ. അടുത്തത് നൂൻ ശബ്ദ ഫത്ഹ നന്ന. അതിൽ ബാക്കി ഓക്കെ. ഇനി പറയാനുണ്ട്, അതിന്റെ ഹുക്മുകളിലേക്ക് നമ്മൾ പോകും. ഓക്കെ. മീമ് നൂന് നമ്മൾ 11ാമത്തെ ഹാലിൽ പ്രത്യേകം പഠിക്കുന്ന ഒരു പിന്നെ നിയമമാണ് എന്ത്? ശദ്ദ വ ഫത്ഹ. മീമിനും നൂനിനും ശദ്ദ വന്നാൽ ഉണ്ട്. ഞാൻ പറയാം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ട് നിങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ. ഹ ശദ്ദ ഫത്ഹ ഹ ഹ. വ ശദ്ദ ഫത്ഹ വ വ. യ ശദ്ദ ഫത്ഹ യ യ. ഇനിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വി ആർ ഗോയിങ് ടു ഇമ്പോർട്ടൻറ്റ് തജ്വീദ് ഗുന്ന. മീം നൂൻ ശദ്ദ. മീമിനും നൂനിനും ശദ്ദ വരുമ്പോൾ ഗുന്നയോടുകൂടി ഗുന്ന മണിക്ക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എന്ത്? ഒരു മഖ്റജ് ഓർമ്മയുണ്ടോ? 5 മഖ്റജിൽ ഒരു മഖ്റജിന്റെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗുന്നയുടെ മഖ്റജാണ് എന്ന് പറഞ്ഞ് പഠിച്ചത്? ഹൈഷൂം. മീമും നൂനും ശബ്ദ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹൈഷൂം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഉന്നയുടെ അക്ഷരങ്ങൾ വരുമ്പോഴാണ്. അത് സാന്ദർഭികമായിട്ട് ഞാൻ പറഞ്ഞാണ്. ഹർഫാ ഉന്ന. ഹർഫാ ഉന്ന ഉന്നയുടെ 2 ഹർഫുകളാണ്. ഹർഫുകൾ ഉന്നയുടെ ഹർഫുകളാണ് എന്ത്? നൂനും മീമും. നൂനും മീമിനും ശബ്ദ വരുന്ന സമയത്തിൽ മണിച്ച് പാരായണം ചെയ്യണം. 2 ഹർക്കത്ത് സമയം കൊടുത്തിട്ട്. അതിന്റെ തഹജി നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് പാരായണം ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിന്റെ തഹജി പറഞ്ഞുതരാം. സുമ്മ അമ്മ ഇന്ന ലകിന്ന. നമ്മൾ ആലോചിക്കാം, നമ്മൾ ഇതുവരെ പാരായണം ചെയ്യാൻ സുമ്മ ഇന്നഹും അല്ലെങ്കിൽ അമ്മ യതസഅലൂൻ എങ്ങനെയാണ്? ഐനും പോകുന്നുണ്ട്, മീമും പോകുന്നുണ്ട്. അപ്പൊ അവിടെ പ്രത്യേകം ഐനെ ശ്രദ്ധിക്കണം. അമ്മ യതസഅലൂൻ. ഓക്കെ. ഇനി നമുക്ക് അതിന്റെ ഒരു തഹജി നോക്കാം. കൈദഹുന്ന വാക്ക് ഇതാണ് എടുത്തത്. അതിലെ നൂനിന് ഷദ്ദിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാന്ന്? നൂൻ ഹർഫ് ഗുന്ന. നൂന് ഗുന്നയുടെ അക്ഷരമാണ്. മുഷദ്ദദ ബിൽ ഫത്ഹ. എന്താണ്? ഫത്ഹ ഷദ്ദോടുകൂടി, ഫത്ഹയുള്ള ഷദ്ദോടുകൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നൂൻ ഹർഫ് ഗുന്ന. നമ്മൾ ഗുന്ന ഹർക്കത്തെ എന്നുള്ളത് പറയുന്നത് വേറെ സന്ദർഭത്തിലാണ്. ബേസിക്കലി അതിന്, അതായത് നൂനിന് ശദ്ദ ഫത്ഹ വന്നിട്ടുണ്ടെങ്കിൽ വേറെ കാരണങ്ങളൊന്നുമില്ല. ഇപ്പൊ മീം സാക്കിനക്ക് ശേഷം മീമ് വന്നാൽ എന്താണ്? ആ മീമിന്റെ മുകളിൽ ശദ്ദ ഫത്ഹ വരും. അപ്പൊ നമ്മൾ എന്താ പറയാ? ബി ഉന്ന ഹർക്കത്തെ എന്നാണ് പറയാ. അങ്ങനെയല്ല, ബേസിക് ആയിട്ട് അതിന് ശദ്ദാണ് വരുന്നെങ്കിൽ അതിനാണ് നൂൻ ഹർഫ് ഉന്ന എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ നൂൻ ഹർഫ് ഉന്ന എന്ന് പറയാൻ പാടില്ല. അവിടെ എന്താണ്? അതിനൊരു കാരണമുണ്ട്. ആ കാരണം കൊണ്ടാണ് അതിന് ശദ്ദ വരുന്നത്. മീം സുക്കൂനുള്ള മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്തത് കൊണ്ടാണ് ആ മീമിന് ശദ്ദ വന്നത്. ബേസിക്കലി അതെന്തല്ല, ശദ്ദല്ല. ഈ മീമിനും കൂടി ചേർത്തുന്ന സമയത്താണ് അതെന്തായി പോകുന്നത്? ഉന്ന വരുന്നത്, ശദ്ദ വരുന്നത്. അപ്പൊ നമ്മൾ അത് മീം സാക്കിന മുദ്ഗമ ഫിൽ മീമിൽ മഫ്തൂഹ ബി ഉന്ന ഹർക്കത്തൈൻ എന്ന് പറയുന്നു. അവിടെ നേരെ മറിച്ച് അമ്മ എന്നാണെങ്കിൽ അവിടെ എന്താണ്? മീമിന് ഓൾറെഡി അതിന് ശദ്ദയാണ്. അപ്പൊ അതിനെ മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ എന്ന് പറഞ്ഞു. ഇവിടെ കൈദഹുന്ന എന്ന് പറയുമ്പോൾ കാഫ് ഫത്ഹ ക, യ സുകുൻ കൈ, ദാൽ ഫത്ഹ ദ കൈദ, ഹ ദമ്മഹു കൈദഹു, നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ കൈദഹുന്ന. ഓക്കെ. ഒരു വാക്കും കൂടി നമുക്ക് നോക്കാം. അമ്മ. അമ്മ അവിടെ ഐൻ ഫത്ഹ, മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അമ്മ. ഓക്കെ.
ഇത് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് എന്ന് മണിച്ചുകൊണ്ട്, മീമിനെ മണിച്ചുകൊണ്ട് പാരായണം. രണ്ട് ഹർക്കത്തിന്റെ സമയമാണ്. രണ്ട് ഹർക്കത്തിന്റെ സമയം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പാരായണത്തിന്റെ ഒരു വേഗത ഉണ്ട്, അതാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ചില ആളുകൾ വളരെ സാവധാനത്തിൽ പിന്നെ ഈണത്തിലൊക്കെ പാരായണം ചെയ്യുന്ന, ഇപ്പൊ നമ്മൾ ഉസ്താദ് അത് ഈ ആയത്തൊന്ന് ഉസ്താദ് പാരായണം ചെയ്യോ? ഓക്കെ ഉസ്താദ്. ഉസ്താദ് പാരായണം ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ, വളരെ സാവധാനത്തിലാണ് ഓതുന്നത്. അപ്പൊ ആ സമയം നമുക്ക് 2 എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ തോന്നാം. ചില ആൾക്കാർ കുറച്ച് വേഗതയിലാണ്. ഏതായാലും നമ്മൾ പറയുമ്പോൾ മീമിന് ഷദ്ദ് കൊടുത്ത് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തിന്റെ സമയമാണ് കൊടുക്കേണ്ടത്. അതങ്ങനെയാണ് പറയുന്നത്, 2ഓ 3ഓ. പക്ഷെ പാരായണത്തിന്റെ ഓരോ വ്യക്തികളുടെ പാരായണത്തിനനുസരിച്ച് അതിന്റെ ടൈമിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ വരാം. 2 ബേസിക്, 2ഓ 3 സെക്കൻഡോ ആണ്. അപ്പോൾ മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ അമ്മ യതസാഅലൂൻ. ഇനി നമുക്ക് ഇതൊന്ന് പറഞ്ഞു നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞ അവിടുത്തെ അടുത്ത സലാംക്ക് അതൊന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ സലാംക്ക സോദ് ഒക്കെ ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഷിഫിനെ ഈ ഭാഗം ഒന്ന് പറയും അതേപോലെ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ അവസാനത്തത് ആരാണ് പറയേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചോട്ടെ. എനിക്ക് ഒരാളെ പേര് കിട്ടാട്ടെ. ഓക്കെ, ആരുടെ പേരാണ് ഇങ്ങനെ വരുന്നത്? അനസ്ക. അനസ്ക ഇപ്പൊ വന്നിട്ടുള്ളൂ. പ്രയാസാവോ അനസ്ക? ഇല്ല, കുഴപ്പമില്ല. അവസാനത്തെ ലൈനിൽ വരുന്നതൊന്ന് ഇതേ പറഞ്ഞപ്പോ പറഞ്ഞതുപോലെ പറഞ്ഞുതരൂ. കക്കലല്ല മമ്മ നന്ന ഹ ഹ വവ്വ യയ്യ. വെരി ഗുഡ്. അപ്പൊ അവിടെ എന്ത് ചെയ്യണോ? കക്കലല്ല മമ്മനന്ന ഹ ഹ വവ്വ യയ്യ. ഓക്കെ, കുറച്ച് മദ് കൊടുത്തുകൊണ്ട്, മദ് വേണ്ട, മദ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് പഠിക്കാം. ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഹ റ ഒക്കെ വരുമ്പോൾ മുഫഹമയായിട്ടുള്ള അക്ഷരങ്ങൾ വരുന്ന സമയത്ത് എന്തായിരിക്കണം? മുഫഹമ പറയണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഫഹമയായിട്ടുള്ള അക്ഷരങ്ങൾ മുഫഹമയായിട്ട് തന്നെ പറയാം. അപ്പോൾ ഹ ഷദ്ദ ഫത്ഹ മുഫഹമ ഹ ഹ, സ്വാദ് ഷദ്ദ ഫത്ഹ മുഫഹമ സ്വ സ്വ, റ ഷദ്ദ ഫത്ഹ റ റ. അങ്ങനെ എല്ലാ അക്ഷരങ്ങൾക്കും ഷദ്ദ കൊടുക്കണം. അതായത് എന്താണോ നമ്മൾ ഫത്ഹയിൽ ഒന്നാമത്തെ ഹാലിൽ പഠിച്ചത് അതേ സംഭവം ഇവിടെ ഷദ്ദയിലും എന്താണ് പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. അതാണ് നമ്മൾ 10 ഹാല് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ ഷദ്ദ കൂടി കൂട്ടിക്കൊടുത്താൽ മതി. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഷദ്ദ്, മീമിനും നൂനിനും ഷദ്ദ് വന്നാൽ എന്താവണം എന്നുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത പിന്നെ ഒരു 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 ആയത്ത് അല്ല, ഒരു ആയത്തല്ല, ഒരു വാക്ക്. ഓക്കെ, ഞാൻ ഒരാളെ വിളിക്കേ. ഗീതിയിൽ കാണുന്ന ആളെ ഞാൻ വിളിക്കാം. ഷെരീഫത്താത്ത, ഷെരീഫ തലശ്ശേരി, ഷെരീഫത്താത്ത തലശ്ശേരി. ഈ ആയത്തൊന്ന്, ഈ ഒരു വാക്ക് പാരായണം ചെയ്യും. പാരായണം പറഞ്ഞ ഷെരീഫത്ത പോയോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അൽഹംദുലില്ലാ.
അസീം ക വലൈക്കും സ്സലാം. ഈ ഇതൊന്ന് മാത്രം രണ്ടാമത് വന്നതൊന്ന് വായിക്കോ നിങ്ങള്. ഓക്കെ. സമ്മയത്തുമൂഹ. സമ്മൈതുമൂഹ പറഞ്ഞോക്കൂ. സമ്മയത്തുമൂഹ. വെരി ഗുഡ് വെരി ഗുഡ്. അൽഹംദുലില്ലാ, മാറ്റങ്ങളുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നജില അലി. മൂന്നാമത്തെ വാക്ക് പാരായണം ചെയ്തു. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആള് ഹസീന കെ ജി. ജന്നത്താൻ. ഓ ജന്നത്താൻ ജന്നത്താനി. വെരി ഗുഡ് വെരി ഗുഡ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ബാറക്കല്ലാഹു ഫീക്. കമർ കമർ കമർത്ത അതൊന്ന് പാരായണം ചെയ്ത് നോക്കൂ. ഓക്കെ 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 വെരി ഗുഡ്. അൽഹംദുലില്ലാ. കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. ഫസവ്വാഹുന്ന ഫസവ്വാഹുന്ന സുമ്മ അമാതഹു. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു സൂറത്ത് കൊടുത്തിട്ടുണ്ട്. അതിലെ ചില ഭാഗങ്ങളിൽ എന്ത് വന്നിട്ടുണ്ട്, നൂന് ഷദ്ദ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അവിടെ ഇന്ന, പിന്നെ വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. വ ഇന്നഹു അടക്ക കണ്ടില്ലേ, ഇന്ന റബ്ബഹും. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ലോണം പഠിക്കുക. അടുത്തത് എന്താണ്, 12ാമത്തെ ഹാലാണ് ഷദ്ദ വ കസ്റ. ഓക്കെ, ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തായിരിക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നിയമം? അറിയുന്നോല് പറയൂ. റാഇന് കെസ്റ വന്നു കഴിഞ്ഞാൽ തർക്കീക്കോട് കൂടി ഇവിടെയും പറയണം എന്നുള്ളതാണ്. ഓക്കെ, ഓഫാക്കിക്കോളൂ. ഇവിടെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. മീം കെസ്റ, മീം ഷദ്ദ കെസ്റ അല്ല, മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കെസ്റ. നേരത്തെ മുഷദ്ദദ ബിൽ ഫത്ഹ പറഞ്ഞു. ഇവിടെ മീം ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കെസ്റ, നൂൻ ഹർഫ് ഉന്ന മുഷദ്ദദ ബിൽ കെസ്റ. ഇതൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാ പറയാൻ കഴിയുക? ഞാൻ നേരത്തെ പറഞ്ഞില്ല, അ അ ബബ്ബ തത്ത സസ ജജ ഹ ഹ ഹ. അതേപോലെ ഇതൊന്ന് പിന്നെ പറയാൻ കഴിയാരാ? ഒരാൾ പറഞ്ഞു. ഓക്കെ ഓക്കെ. അവിടെ റാഇന് കസ്റ വന്നപ്പോ ശ്രദ്ധിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. റിന്നായി പോന്നെ, റിന്നാണ് വരേണ്ടത്. അവിടെ തഫ്ഹീമിലേക്ക് പോയി റിന്നായോ എന്ന് സംശയം ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത ലൈൻ. ഓക്കെ 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 വെരി ഗുഡ്. അൽഹംദുലില്ലാ. അപ്പൊ ഇതേപോലെ നിങ്ങൾ എല്ലാവരും പഠിക്കണം കേട്ടോ. ഓരോ വാക്ക് അതൊരു പാട്ട് പോലെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ. ലി അയ്യി യൗമിൻ ഉജ്ജിലത്ത്. ഇവിടെ 2 ഷദ്ദ കസ്റ വരുന്നത്. യ ഷദ്ദ കസ്റ, യ ഷദ്ദ കസ്റ. അതേപോലെ ഉജ്ജിലത്ത് എന്ന് പറഞ്ഞോട്ട് ജീം ഷദ്ദ വ കസ്റ ഉജ്ജി. അലിഫ് ഹംസ ളമ്മ ഉ, ജീം ഷദ്ദ കസ്റ ഉജ്ജി, ലാം ഫത്ഹ ഉജ്ജില ത സുകൂൻ ഉജ്ജിലത്ത്. ലി അയ്യി യൗമിൻ ഉജ്ജിലത്ത്. ഓക്കെ. തഹജ്ജി ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് ഇവിടെ നിങ്ങൾക്ക് അറിയല്ലോ, ഷദ്ദവ കെസ്റയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, റാ വരുന്ന സമയത്ത് റാഇന് റാ ഷദ്ദ കെസ്റ മുറക്കക എന്താണോ
അത് പറയാം. റ ഷദ്ദ കെസ്ര മുറക്കക്ക. ഇവിടെ യ ഷദ്ദ കെസ്ര ലി അയ്യി. അതേപോലെ ഉജ്ജി, ജീം ഷദ്ദ കെസ്ര ഉജ്ജി. ആ ഷദ്ദ കെസ്ര കൊണ്ട് വന്നാൽ മതി. ജീം ഷദ്ദ കെസ്ര ഉജ്ജി. പിന്നെ മീമിൻ്റെത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മീം ഷദ്ദ കെസ്ര, മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ കെസ്ര, അങ്ങനെയാണ് പറയേണ്ടത്. മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ കെസ്ര. നേരത്തെ മുഷദ്ദദ ബിൽ ഫത്ഹ പറഞ്ഞു, ഇപ്പോൾ മുഷദ്ദദ ബിൽ കെസ്ര പറഞ്ഞു. അത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, മൂന്നാമത്തെ ഹാലിലേക്ക് പോവാണ്. ഷദ്ദ വ കെസ്ര, ഷദ്ദ കെസ്ര. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ ഉ ബുബു തുത്തു സുസു ജുജു. ഓക്കെ, നമുക്കൊരാളെ വിളിക്കാം. പറയാൻ നല്ലത് ആണുങ്ങൾ അല്ല പെണ്ണുങ്ങളോ? ആരാ നല്ലത്? ആർക്കത് പറയാൻ? പെണ്ണുങ്ങളിൽ ഒരാൾ പറയും. ഓക്കെ, സുൽഫത്താത്ത പറഞ്ഞോളൂ. നിങ്ങൾ രണ്ട് സുസു വരുന്നു. ഞാൻ സമ്മതിക്കൂല. നേരത്തെ ഞാൻ പറയുന്നു ദുദ്ദു സുസു സുസു എന്നല്ല വരുന്നത്. ദുദ്ദു. ആ ഓക്കെ. ശരിയല്ലേ? ആ ഇപ്പൊ റെഡി. ഒന്നുകൂടി പറയാം. ബുബു തുത്തു സുസു ജുജു ദുദ്ദു സുസു റുറു സുസു സുസു ശുശു സുസു ദുദ്ദു തുത്തു ലുല്ലു ഫുഫു കുക്കു കുക്കു ലുല്ലു മുന്നു ഹുഹു യുയു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇപ്പം നമ്മൾ ഹംസ ഷദ്ദ ലൊമ്മ ഉ ബ ഷദ്ദ ലൊമ്മ ബുബു. ഇങ്ങനെ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ റാഇനെ മുഫഹമ പറയാം. കാരണം റാ കെസ്ര വരുമ്പോൾ മുറക്ക വരുമ്പോൾ വരുന്നത് കൊണ്ട് ഫത്തയും ലൊമ്മയിലും വേണമെങ്കിൽ റാ ഷദ്ദ ലൊമ്മ മുഫഹമ റുറു എന്ന് പറയാം. മറ്റേ ഹെവീൻ്റെത് നമ്മൾ ലൊമ്മയിൽ പറയണമെന്നില്ല. പറയണമെങ്കിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ മീമിലേക്ക് നൂനിലേക്ക് വരികയാണെങ്കിൽ മീം ഹർഫ് ഗുന്ന. പ്രത്യേകം ശ്രദ്ധിക്കുക. മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹയല്ല കെസ്രയുമല്ല, മുഷദ്ദദ ബിൽ ദമ്മ. മീം ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ദമ്മ. അതേപോലെ നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ദമ്മ. ഓക്കെ. കാന ഷർറുഹു മുസ്തതീറ. ഷർറു റ ഷദ്ദ ദമ്മ മുഫഖമ ഷർറുഹു. കാന ഷർറുഹു മുസ്തതീറ. കല്ലാ ഇന്നഹു തദ്കിറ. ഓക്കെ, ഇനി വീണ്ടും ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കാം. ഹൈസ, സാജിദാണ്. സാജിദ. ഓക്കെ. കല്ലാ ഇന്നഹു തദ്കിറ. കല്ലാ ഇന്നഹു തദ്കിറ. كلا إنه تذكرة. ഓക്കെ, താഹിറത്ത ഈ ആയത്തൊന്ന് പാരായണം ചെയ്തു. ഇന്നഹാ ലഇഹ്ദൽ കുബ്ര. നിങ്ങടെ പറയാം. ഇന്നഹാ ലഇഹ്ദൽ കുബർ. കുബർ റാന് സുക്കൂന് നൽകിയിട്ടാണ്. അപ്പൊ ഇന്നഹ എന്നുള്ളതൊന്ന് മാത്രം തഹ ചെയ്ത് നോക്കൂ. അലിഫ് ഹംസ കിസ്റായി നൂൻ ഹർഫു ഇന്ന മുശദ്ദദ ബിൽ ഫത്സ ഇന്ന ഹാ ഫത്സ അലിഫ് മദ്ദ തബീഹ ഇന്നഹ. വെരി ഗുഡ്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീ. ഓക്കെ, അടുത്ത ഒരു പിന്നെ ആണുങ്ങളല്ലാത്ത പെണ്ണുങ്ങൾ ഇതുവരെ പാരായണം ചെയ്യാത്ത ഒരാൾ മാത്രം പേര് പറയും. ഒരാൾ ഫസ്റ്റ് പറയുന്ന ആൾ, തഹജി പാരായണം ചെയ്യാത്ത ഒരാൾ പേര് പറയും. ഇതിൽ കിട്ടായിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ പേര് ഞാൻ വിളിക്കും. ഹസീനത്ത പാരായണം ചെയ്യൂ. വസ്സുബ്ഹി ഇദാ അസ്ഫർ. ഓക്കെ, ഈ പിന്നെ വസ്സുബ്ഹി എന്നുള്ളത് മാത്രം ഒന്ന് തഹജി ചെയ്യൂ.
واو فتحة و همزة وصل تسكت وصلا نبدأ بها لام شمسية مدهمة في الصاد المضمومة والسو با ساكنة مكلكلة والصبح ها كسرة هي والصبح. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദ തൊമ്മ പറഞ്ഞില്ല? ശംസിയാകുമ്പോ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? വെരി ഗുഡ്, വെരി ഗുഡ്. ചിലപ്പോൾ ആളുകൾ ആർക്കെങ്കിലും സംശയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ സ്വാദിന് എങ്ങനെ വന്നതാണ് ഷദ്? ലാമിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ഗാം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ ഷദ് വന്നത്. അപ്പം അത് മനസ്സിലാക്കി വെച്ചാൽ മതി. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീ. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം നമുക്ക്. അടുത്ത ഒരാളെ ഞാൻ വിളിക്കാം. റസീന താത്ത. റസീനത്താ, പെട്ടെന്ന്. റസീന പിണങ്ങോടായിരിക്കും. നിങ്ങൾ എന്നാ വായിച്ചേ? ഓ, എന്നാ അവിടേക്ക്. അടുത്ത ആള് സന. സന എന്ന് ഇതിൽ കാണുന്നു. സന, ഒന്ന് പറയാനും ചെയ്യും. ثم قتل كيف قدر. ഖദ്ദർ സുക്കൂന് നൽകിയിട്ട് ഉച്ചരിച്ചു. അത് സുമ്മ എന്നുള്ള ഒന്ന് തഹജ്ജ് ചെയ്യൂ. ميم حرف مشددة بالفتح. ثم ഖദ്ദറ എന്നുള്ളിടത്തുള്ള ഒന്ന് പാരായണം ചെയ്യൂ. അല്ല, അത് തഹജ്ജ് ചെയ്യൂ. فتحة مفخمة قا دال شدة فتحة قد را فتحة مفخمة قدر. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഇനി ഒരാൾ ഇതിൽ കാണുന്നത് സെമീറ നാസർ എന്നാണ്. സെമീറ നാസർ, സെമീറ നാസർ മൈക്ക് തുറക്കുന്നില്ല. ഇനി അടുത്ത ജുബി. ജുബി, ജുബി മൈക്ക് ഓൺ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, സൈറ ബാനു. സൈറ ബാനു. ഇതൊന്ന് പാരായണം ചെയ്യും. നേരത്തെ എന്റെ മൈക്ക് ഓൺ ആകുന്നില്ലായിരുന്നു. ഓക്കെ ഓക്കെ, സാർ വിളിച്ചു. കുഴപ്പമില്ല, ഇതൊന്നും ഇപ്പൊ പാരായണം ചെയ്താൽ മതി. അങ്ങനെ മതിയോ? മദ് മുത്തസിൽ വാജിബ് 4 5 ഹർക്കത്തുണ്ട്. അമ്മ യതസാഅലൂൻ. ഓക്കെ, അല്ല, അടുത്തായിട്ട് ഓക്കെ ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ആരോ ഒന്ന് ഞാൻ ഓതട്ടെന്ന് ചോദിച്ചല്ലോ. ആരാണത്? ഞാൻ ഓത്ത വെച്ചാള് പോയോ? അമ്മയത്തെ സാധനമല്ല ഇപ്പൊ കാണുന്നത്. നിങ്ങൾ നേരത്തെ ഓതിയതല്ലേ? ഓതാത്ത ആൾക്കാർക്കാണ് അവസരം. വേറെ ആരാ ഓതാത്ത ആളില്? ഓതിക്കോളൂ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുല്ലൗദു എന്നല്ല, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓതിക്കോളൂ. മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇതിൽ എത്ര പിന്നെ നൂൻ ഹർഫ് ഗുന്ന മുഷദ്ദദ ബിൽ ഫത്ഹ വന്നിട്ടുണ്ട്? ഓക്കെ, 7. ഓക്കെ, വേറെ ആർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? 2. അബ്ദുസലാം സാറ് പറഞ്ഞു 2. സലാംക്ക പറഞ്ഞു 2. നിങ്ങളൊക്കെ 7. 4. 6. ഷെഫിന് 6. അനസ്ക 3 പറയുന്നുണ്ട്, 2 പറയുന്നുണ്ട്, 6 പറയുന്നുണ്ട്, 7 പറയുന്നുണ്ട്. എത്ര ഹർഫ് ഉണ്ട്? 7 ശരിയല്ലേ? 7 ശരിയല്ലേ? ബാക്കി പറഞ്ഞവരൊക്കെ തെറ്റിപ്പോയല്ലോ. 7 ഉണ്ട് അല്ലേ? 7 ഉണ്ട്. ഏതൊക്കെ കാണു? ഖുൽ അഊദു ബിറബ്ബിന്നാസ് 1, മലിക്കിന്നാസ് 2, ഇലാഹിന്നാസ് 3, പിന്നെ ഖന്നാസ്, പിന്നെ സുദൂരിന്നാസ്, ജിന്നത്തി, വന്നാസ്. 7 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7 ഉണ്ട് അല്ലേ? വെരി ഗുഡ്, ഉഷാറാണല്ലോ. അപ്പൊ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇതിൽ എത്ര ഏതൊക്കെ ഉള്ളത്? ശരിക്കും ഹർഫ് ഗുന്ന മുഷദ്ദദ് വന്നത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, നൂൻ, അതാണ് നൂൻ ഹർഫ് ഗുന്ന. പിന്നെ ഏതാ ഉള്ളത്? മിനൽ ജിന്നത്തി. 2 സലാം സാർ പറഞ്ഞതാണ്, സലാം സാഹിബ് പറഞ്ഞതാണ് ശരി. 2 പറഞ്ഞ ആൾക്കാരതാണ് ശരി. ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും എന്തോ മിസ്റ്റേക്കിലാണ്. ബാക്കിയുള്ളതിനൊക്കെ കാരണക്കാരെന്താണ്? നൂന് ഷദ് വരാൻ കാരണം എന്താണ്? ലാം ഷംസിയയാണ്. ലാമു ഷംസിയ വന്നതിന് ശേഷം നൂന് വന്നത് കൊണ്ടാണ് ബാക്കിയുള്ളതിനൊക്കെ എന്ത് വന്നത്? ഷദ് വന്നത്. അപ്പം അത് എന്താണ്? ബേസിക്കലി എന്തല്ല, നൂൻ ഹർഫ് ഗുന്നയല്ല. നൂൻ ഹർഫ് ഗുന്നയായിട്ട് വന്നത് ഖന്നാസിലെ നൂനും ജിന്നത്തി എന്നുള്ളതിലെ നൂനുമാണ്. അപ്പൊ എവിടോ മിസ്റ്റേക്ക് വന്നോ? ഇല്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പലതരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഉപ്പ പ്രയാസമായിട്ട് നിൽക്കുന്നവരുണ്ട്, ഉമ്മ പ്രയാസത്തിലുണ്ട്, പിന്നെ ഹസ്ബൻഡ് പ്രയാസത്തിൽ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതേപോലെ എൻ്റെ ഒരു ഉസ്താദ് നമുക്ക് ഈ ഒരു TTQവിൽ ഹത്തുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുത്തിരുന്ന, എഴുത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ക്ലാസ് എടുത്തിരുന്ന ഓഫ്ലൈനിൽ ക്ലാസ് എടുത്തിരുന്ന ഉസ്താദ് ഉണ്ട്. പിന്നെ അദ്ദേഹം ഇന്ന് ക്യാൻസറിന് പിടിപെട്ടിട്ട് കോഴിക്കോട് ഹോസ്പിറ്റലിലാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ പ്രയാസങ്ങളും എളുപ്പത്തിൽ നീക്കി ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾക്കുള്ള ഏറ്റവും വലിയ ഗുണം അതാണ്. എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. അപ്പോൾ ആ ഒരു പ്രയാസം വരുമ്പോൾ തന്നെ നമ്മൾ ഡൗൺ ആവാണ്ട് അള്ളാഹുവിൽ കൂടുതൽ മുറുകെ പിടിക്കുക. നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർത്തുകൊള്ളുക, നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാരായി നാളെ അവൻ്റെ ഏറ്റവും ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ മക്കൾക്കും, നമ്മളുടെ ഇണകൾക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും, എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിനൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിൽ എത്തിച്ച് അങ്ങനെ അതിലൂടെ ഒരുപാട് നന്മകളും പ്രതിഫലങ്ങളും വാരിക്കൂട്ടി ഉഹുദുമലയോളം പ്രതിഫലം വാങ്ങിക്കൂട്ടി സ്വർഗത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടം വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കബറിടം സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.